ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യ തുടരുന്ന സാമ്പത്തിക പരിഷ്കാരങ്ങളെക്കുറിച്ചുള്ള ദ്രുത അവലോകനത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നോക്കൂ, 2026-ലെ ഇറാൻ-ഇസ്രായേൽ യുദ്ധവും അതുണ്ടാക്കുന്ന വിതരണ ശൃംഖലയിലെ തടസ്സങ്ങളുമൊക്കെ ലോകത്തെ ശരിക്കും ഭയപ്പെടുത്തുന്നുണ്ട്, അല്ലേ? പക്ഷേ ഇന്ത്യ യാതൊരു പരിഭ്രാന്തിയുമില്ലാതെ തങ്ങളുടെ ആഭ്യന്തര സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി മുന്നോട്ടു പോകുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായും തോന്നാം, ലോകം മുഴുവൻ എണ്ണവിലയെയും യുദ്ധത്തെയും കുറിച്ച് ഇത്രയേറെ ആശങ്കപ്പെടുമ്പോൾ ഇന്ത്യ എങ്ങനെയാണിത്ര ശാന്തമായി സ്വന്തം കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന്. ഒന്നാമതായി 2026-ലെ ഫിനാൻസ് ബില്ല് തന്നെ നോക്കാം. GST നിയമങ്ങൾ കുറച്ചുകൂടി ലളിതമാക്കാനും തൊഴിൽ നിയമങ്ങൾ സുതാര്യമാക്കാനുമാണ് ഇതിൽ പ്രധാനമായും ശ്രദ്ധിക്കുന്നത്. അതുമാത്രമല്ല കേട്ടോ, ഉൽപ്പാദനം, പുനരുപയോഗ ഊർജ്ജം, പിന്നെ ഡാറ്റാ സെന്ററുകൾ തുടങ്ങിയ സുപ്രധാന മേഖലകൾക്ക് മികച്ച ആനുകൂല്യങ്ങളും ഈ ബില്ല് വഴി സർക്കാർ ഉറപ്പാക്കുന്നുണ്ട്. എന്നാൽ വെറുതെ സാമ്പത്തിക ആനുകൂല്യങ്ങൾ നൽകിയാൽ മാത്രം പോരല്ലോ, ബിസിനസ് തുടങ്ങാനുള്ള നിയമപരമായ കടമ്പകളും നമ്മൾ മാറ്റണം. രണ്ടാമതായി നമ്മൾ കാണുന്നത് അതാണ്, കോർപ്പറേറ്റ് നിയമ ഭേദഗതി ബില്ല് 2026. ബിസിനസ് ചെയ്യുന്നത് എളുപ്പമാക്കാനും അനാവശ്യമായ പേപ്പർ വർക്കുകൾ കുറയ്ക്കാനുമാണ് ഈ ബില്ല് ലക്ഷ്യമിടുന്നത്. ഇതുവഴി ആഗോള നിക്ഷേപകരെ വളരെ വേഗത്തിൽ ഇന്ത്യയിലേക്ക് ആകർഷിക്കാൻ കഴിയും. അതായത്, പുറത്തു വലിയൊരു കൊടുങ്കാറ്റ് വീശുമ്പോഴും ഒട്ടും ഭയക്കാതെ വീടിന്റെ അടിസ്ഥാനം കൂടുതൽ ഉറപ്പിക്കുന്ന പണികൾ നമ്മൾ വളരെ ശാന്തമായി ചെയ്യുന്നതുപോലെയാണിത്. ഇനി ബിസിനസ് തുടങ്ങാൻ എളുപ്പമാക്കുന്നതിനൊപ്പം തന്നെ മികച്ച അടിസ്ഥാന സൗകര്യങ്ങളും അവിടെ ആവശ്യമാണല്ലോ. അവസാനമായി പറയാനുള്ളത് അപ്രോപ്രിയേഷൻ ബില്ലുകളെക്കുറിച്ചാണ്. 2025-26 സാമ്പത്തിക വർഷത്തിൽ പുതിയ റോഡുകൾക്കും തുറമുഖങ്ങൾക്കും മറ്റുമായി വലിയൊരു തുകയാണ് സർക്കാർ ഇതിലൂടെ മാറ്റിവച്ചിരിക്കുന്നത്. പ്രതിസന്ധികളെ ഒരു തടസ്സമായി കാണാതെ ഇന്ത്യയുടെ ദീർഘകാല ലക്ഷ്യമായ വികസിത് ഭാരത് അഥവാ ഒരു വികസിത രാജ്യം എന്നതിലേക്ക് കുതിക്കാനുള്ള കൃത്യമായ തയ്യാറെടുപ്പാണിത്. ചുരുക്കത്തിൽ, ലോകം പ്രതിസന്ധികളെ ഭയന്നു നിൽക്കുമ്പോൾ ഇന്ത്യ സ്വന്തം സാമ്പത്തിക അടിത്തറ കൂടുതൽ ശക്തമാക്കി ഭാവിയിലേക്ക് കുതിക്കുകയാണ്.